ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. ഗൈനോളജി മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ജനുവരി മാസം പൂർത്തിയാക്കി അതിൻ്റെ മോക്ക് ടെസ്റ്റും കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി 1 മുതൽ 3 വരെയുള്ള ആദ്യത്തെ 3 ദിവസത്തെ കറണ്ട് അഫയേഴ്സുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ഫെബ്രുവരി 1 നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. ആരാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇത്തവണ നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അല്ലെ. 2019 ധനമന്ത്രിയായ നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 8ാമത്തെ ബഡ്ജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചത്. പിന്നെ ഈ ബഡ്ജറ്റുകൾക്കൊക്കെ ഒരു പ്രത്യേകത, 2021 മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം പേപ്പർലെസ് ആയിട്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചതാരാ? ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമന്റെ എത്രാമത്തെ ബഡ്ജറ്റാണ്? 8ാമത്തെ, തുടർച്ചയായ 8ാമത്തെ ബഡ്ജറ്റാണ് അവർ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ ബഡ്ജറ്റിൽ വന്ന പ്രധാന ഒരു ചേഞ്ച് അല്ലേ, ഒരുപാട് പേർക്ക്, ഒരു സാധാരണക്കാരായ ഒരുപാട് പേർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ആനുകൂല്യം. 12 ലക്ഷം രൂപ വരെ എന്തില്ല? ഇൻകം ടാക്സ് ഇല്ല. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവർക്ക് എന്തില്ല? ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല. അപ്പോൾ അത് ഒരുപാട് പേർക്ക് വലിയ ആശ്വാസമാണ് പകരുന്നത്. അപ്പോൾ 12 ലക്ഷം രൂപ വരെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണ്ട? അവർക്ക് ഇത്തവണ ഇൻകം ടാക്സ് കൊടുക്കണ്ട. എന്നാൽ 12 ലക്ഷത്തിലധികമായി കഴിഞ്ഞാൽ സ്ലാബ് റേറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്ലാബായിട്ട് പരിശോധിക്കാം. പക്ഷേ ഇൻകം ടാക്സിൻ്റെ അടിസ്ഥാന എക്സംഷൻ ലിമിറ്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടാത്ത ഏറ്റവും കുറഞ്ഞ പരിധി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ലക്ഷമല്ല, 4 ലക്ഷമാണ്. ബാക്കി റിബേറ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുന്നത്. ഓക്കെ, ആരും തെറ്റിദ്ധരിക്കരുത്. 4 ലക്ഷം രൂപയാണ് അടിസ്ഥാന എക്സംഷൻ എന്ന് പറയുന്നത്. ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 4 ലക്ഷം. അതായത് 4 ലക്ഷം രൂപ വരെയുള്ളവർ അടയ്ക്കേണ്ടതേ ഇല്ല. എന്നാൽ 12 ലക്ഷത്തി 1 കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്ലാബ് റേറ്റിൽ 4 ലക്ഷത്തിന് മുകളിലോട്ട് എത്ര വരുന്നോ ആ തുകയ്ക്ക് അടയ്ക്കണം. അപ്പം നമുക്ക് ആ പുതിയ ഇൻകം ടാക്സ് സ്ലാബ് ഒന്ന് നോക്കാം. ഇത് ആപ്ലിക്കബിൾ ആകുന്ന April 1 മുതലേ ഉള്ളൂ കേട്ടോ. April 1, 2025 മുതലാണ് ഇത് ആപ്ലിക്കബിൾ ആകുന്നത്. ഇപ്പോൾ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിലവിലെ സ്ലാബ് റേറ്റ്. അതായത് 4 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല. 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ ഉള്ളവർ 5%, 8 മുതൽ 12 ലക്ഷം വരെ ഉള്ളവർ 10%, 12 മുതൽ 16 ലക്ഷം വരെ ഉള്ളവർ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%, 20 മുതൽ 24 ലക്ഷം വരെ 25%, 24 ലക്ഷത്തിന് മുകളിലുള്ളവർ 30%. അപ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 4 ലക്ഷം രൂപയാണ്. പിന്നെ റിബേറ്റ് എല്ലാം കഴിഞ്ഞ് 12 ലക്ഷം രൂപ വരെ ഉള്ളവർ എന്ത് ചെയ്യേണ്ട? അവർക്ക് ടാക്സ് അടയ്ക്കേണ്ടല്ല. കാരണം ലാസ്റ്റ് റിബേറ്റ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള 4 ലക്ഷത്തിന് മുകളിലും 12 ലക്ഷത്തിന് ഇടയ്ക്ക് വരുന്ന തുക അതിനുള്ള ടാക്സ് അവിടെ റിബേറ്റ് ആയിട്ട് കുറയ്ക്കും. അപ്പോൾ അത്രയും തുക കുറച്ചിട്ട് അവർക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ്, നമ്മുടെ ബഡ്ജറ്റിൽ വന്ന മറ്റൊരു പ്രഖ്യാപനമാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ പരിധി നിലവിൽ 3 ലക്ഷത്തിൽ നിന്ന് എത്രയാക്കി ഉയർത്തും? 5 ലക്ഷമാക്കി ഉയർത്തും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ പരിധി 3 ലക്ഷത്തിന് എത്രയായിട്ട് ഉയർത്തും? 5 ലക്ഷമായിട്ട് ഉയർത്തും. അതുപോലെ പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, PM ധൻ ധാന്യ കൃഷി യോജന. അതായത് കുറഞ്ഞ വിളവ് ലഭിക്കുന്ന 100 ജില്ലകളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ് PM ധൻ ധാന്യ കൃഷി യോജന. നമുക്ക് ഫെബ്രുവരി 2 ഒരു പ്രത്യേകത നോക്കാം. ലോക തണ്ണീർത്തട സംരക്ഷണ ദിനമാണ് ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട സംരക്ഷണ ദിനം എന്നാണ്? ഫെബ്രുവരി 2. അതായത് തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുകയാണ് ഈ ഒരു ദിനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ലോക തണ്ണീർത്തട സംരക്ഷണ ദിനം എന്നാണ്? ഫെബ്രുവരി 2. തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ആഗോള അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്താചരിക്കുന്നത്? ലോക തണ്ണീർത്തട സംരക്ഷണ ദിനം ആചരിക്കുന്നത്. ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ പൊതുഭാവിക്കായി എന്നതാണ് ഈ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട സംരക്ഷണ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തണ്ണീർത്തട സംരക്ഷണ ദിനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തയാണ്. പാരിസ്ഥിതിക പ്രാധാന്യമേറിയ തണ്ണീർത്തടങ്ങളുടെ അന്താരാഷ്ട്ര പട്ടികയാണ് ഇത്. നമ്മളെല്ലാവരും കേട്ടുള്ളതാണ് റംസാർ പട്ടിക ഇല്ലേ. PSC പരീക്ഷകളിലൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ടും വരാറുള്ള ഒരു മേഖലയാണ് റംസാർ പട്ടിക എന്ന് പറയുന്നത്. അപ്പോൾ ഈ റംസാർ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് 4 തണ്ണീർത്തടങ്ങൾ കൂടി ഇടം നേടിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ സക്കരക്കോട്ടെ, പിന്നെ തേർത്തങ്കാൽ പക്ഷി സങ്കേതങ്ങൾ, പിന്നെ സിക്കിമിലെ കേച്ചിയോപാലി തണ്ണീർത്തടം, അതുപോലെ ജാർഖണ്ഡിലെ ഉദ്വ തടാകം എന്നിവയാണ് പുതുതായിട്ട് റംസാർ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ 4 പ്രദേശങ്ങൾ. ഓക്കെ, അപ്പോൾ തണ്ണീർത്തടങ്ങളിൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ നിന്നും 89 എണ്ണമാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. ചില പരീക്ഷയ്ക്ക് ചോദിക്കാം, റംസാർ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ള തണ്ണീർത്തടങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 89.
അതേപോലെ ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റംസാർ തണ്ണീർത്തടങ്ങളുള്ള മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് തണ്ണീർത്തടങ്ങളുടെ റംസാർ പട്ടികയിൽ 4 തണ്ണീർത്തടങ്ങൾ കൂടി ഇന്ത്യയിൽ നിന്നും ഇടം നേടിയിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? തമിഴ്നാട്ടിലെ സക്കരക്കോട്ടെ, തേർത്തങ്കാൽ പക്ഷി സങ്കേതം, സിക്കിമിലെ കേച്ചിയോപാൽറി തണ്ണീർത്തടം, ജാർഖണ്ഡിലെ ഉദ്വ തടാകം എന്നിവയാണ് പുതുതായിട്ട് പട്ടികയിൽ ഇടം പിടിച്ചത്. ഓക്കെ, അതുപോലെ പുതിയതായിട്ട് വരുന്ന ഒരു ഭേദഗതിയാണ് വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിനെ നിയന്ത്രിക്കുന്ന 1995 വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്ന വാർത്ത. ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് കേട്ടതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സംയുക്ത പാർലമെന്ററി സമിതിയെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ബില്ല് ചർച്ച ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ചെയർമാൻ ആരാണ്? ജഗദാംബിക പാൽ. അപ്പോൾ വഖഫ് ഭേദഗതി ബില്ലിന്റെ സംയുക്ത പാർലമെന്ററി ചെയർമാൻ ആരാണ്? ജഗദാംബിക പാൽ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. അതേപോലെ നാളികേര ഉൽപാദനത്തിൽ ലോകത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യാം. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഒരു ലോകരാജ്യത്തിൻ്റെ തലവൻ, അതായത് ബെൽജിയം പ്രധാനമന്ത്രിയായിട്ട് ആര് ചുമതലയേറ്റു? ബാർട്ട് ഡെ വീവർ ചുമതലയേറ്റു. അപ്പോൾ പുതിയ ബെൽജിയം പ്രധാനമന്ത്രിയുടെ പേരാണ് ബാർട്ട് ഡെ വീവർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. വളരെ കുറച്ച് പോയിന്റേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് കൃത്യമായി ബുക്കിൽ നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയൊരു ഭാരം ഒഴിവാക്കി കിട്ടും. നമ്മളെപ്പോഴും പരീക്ഷയ്ക്ക് പരീക്ഷ അടുത്ത് കൺഫർമേഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് വരുമ്പോഴാണ് പലരും കറണ്ട് അഫയേഴ്സ് അന്വേഷിച്ചിറങ്ങാറുള്ളത്. അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നതിന് പകരം കൃത്യമായിട്ട് ഇപ്പോഴേ അങ്ങ് നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതിരിക്കാനാണ് ഗെയിൻ നോളജ് മിഷൻ ഇങ്ങനൊരു ഇത് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. അതുപോലെ ഗെയിൻ നോളജ് മിഷൻ്റെ ബുക്ക് പബ്ലിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ജനുവരിയിലത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിലീസായിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെയല്ല, ഓരോ മേഖലകളായി തിരിച്ചാണ് ബുക്കിനകത്ത് കറണ്ട് അഫയേഴ്സ് നൽകുന്നത്. അതായത് ഇന്ത്യ, കേരളം, ലോകം, പിന്നെ സാമ്പത്തിക ശാസ്ത്രം, ശാസ്ത്ര സാങ്കേതിക മേഖല, പിന്നെ കലാ കായിക സാംസ്കാരികം, കായികം, പിന്നെ പുരസ്കാരങ്ങൾ, പ്രധാന ദിനങ്ങൾ, പിന്നെ രാഷ്ട്രീയ അവസ്ഥകൾ, ഇതിങ്ങനെയൊക്കെ പല മേഖലകളായി തിരിച്ചുകൊണ്ടാണ് ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് ബുക്കുകൾ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അതിനോടൊപ്പം തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റിൻ്റെ ആ ചോദ്യങ്ങളും കൂടെ അതിനോടൊപ്പം ലഭ്യമാക്കുന്നതായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും താല്പര്യമുള്ള പ്രയോജനപ്പെടുത്തുക. അതുപോലെ യൂണിഫോം പോസ്റ്റുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് നമ്മൾ ഗെയിൻ നോളജ് മിഷൻ്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പോലീസ്, എക്സൈസ് ഈ 2 വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിൽ പങ്കെടുക്കുക. അതിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ചയ്ക്കകത്ത് തന്നെ അതിൻ്റെ ക്ലാസ്സും നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ, ബാക്കി റെഗുലർ കോഴ്സൊക്കെ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തതിന് അതിലേക്കാർക്ക് അഡ്മിഷൻ ഇനി ആകെ തുടങ്ങുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു ക്ലാസ്സാണ് രാത്രി 10 മണി മുതൽ 11 മണി വരെ. കാരണം ഇതിനകത്ത് കൂടുതലും ആൺകുട്ടികളാണ് ഒരുപാട് പേര് യൂണിഫോം പോസ്റ്റിന് തയ്യാറെടുക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു പറ്റിയ സമയം, ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജോലിയും തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആവുന്ന സമയമായതുകൊണ്ടാണ് രാത്രി 10 മണിക്കത്തേക്ക് അത് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തുക. തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, താങ്ക് യു.